പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹിൽ അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനിവിടെ സംസാരിക്കുവാൻ പോകുന്നത് ലളിതമായതും എന്നാൽ ഏവരും അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതെ, അയൽവാസികൾ തമ്മിലുള്ള ബന്ധം. പ്രിയപ്പെട്ടവരെ, ഒന്ന് നോക്കൂ. ഇക്കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നാം അയൽവാസികളോട് ബന്ധം പുലർത്താറുണ്ടോ? അവരെക്കുറിച്ച് നാം അന്വേഷിക്കാറുണ്ടോ? അവരോട് നാം കരുണയോടെ പെരുമാറാറുണ്ടോ? ഈ സമൂഹത്തിൽ ഇക്കാലത്ത് നമുക്ക് പറയാം, തീർച്ചയായും അത് കുറവാണെന്ന്. പ്രിയപ്പെട്ടവരെ, അയൽവാസികൾ അവർ ഏത് മതമായാലും ഏത് ജാതിയായാലും ഏത് രൂപമായാലും വർണ്ണമായാലും എന്തു തന്നെയായാലും ഒരിക്കലും അവരോട് വെറുപ്പ് കാണിക്കരുത്. അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും കരുണ കാണിക്കുകയും സ്നേഹത്തോടെ സഹായം ചെയ്യുകയുമാണ് നാം ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ അയൽവാസികളോടുള്ള പെരുമാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തൻ്റെ അയൽവാസിക്ക് ഉപകാരം ചെയ്യട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് നാം കാണാം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും, അതായത് ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയായാലും അവൻ തൻ്റെ അയൽവാസിക്ക് ഉപകാരം ചെയ്യട്ടെ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ഇസ്ലാം സ്വീകരിച്ചവരാണ്. നാം എല്ലാവരും തീർച്ചയായും നമ്മുടെ അയൽവാസികൾക്ക് നല്ല രീതിയിൽ സഹായം ചെയ്യണം. അവരോട് നാം കരുണ കാണിക്കണം. അവരോട് നാം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റത്തോടെ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഒരു സന്ദർഭമാണ് ആലോചിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു: അള്ളാഹുവാണ് സത്യം, അവൻ വിശ്വസിക്കുന്നില്ല. വല്ലാഹി, അവൻ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവാണ് സത്യം, അവൻ വിശ്വസിക്കുന്നില്ല. ഇത് കേട്ട് സ്വഹാബികൾ ചോദിച്ചു, എന്തിനാണ് നബിയെ ഇങ്ങനെ നിങ്ങൾ പറയുന്നത്? ആരാണ് വിശ്വസിക്കാത്തവൻ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അവൻ വിശ്വസിക്കുന്നില്ല. ഇത് അള്ളാഹുവാണ് സത്യം. ഇസ്ലാമിൽ അവൻ വിശ്വസിക്കുന്നില്ല. തൻ്റെ മതത്തിൽ അവൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? തൻ്റെ അയൽവാസിക്ക് അവൻ ഉപകാരം ചെയ്യുന്നില്ല. തൻ്റെ അയൽവാസിക്ക് ഉപദ്രവം ചെയ്യുന്നവൻ തൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഞാൻ മറ്റ് 2 ഹദീസുകൾ കൂടി ആലോചിക്കുകയാണ്. തൻ്റെ അയൽവാസി പട്ടിണിയായി കിടക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടതല്ല എന്ന് നാം പലരും കേട്ടിട്ടുണ്ട്. അതെ, നാം ഇസ്ലാമിലുള്ളവരാണെങ്കിൽ നമ്മുടെ അയൽവാസികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നാം എപ്പോഴും അന്വേഷിക്കണം. അവർ രോഗികളാണോ എന്ന് നാം അന്വേഷിക്കണം. എന്നാൽ ഇക്കാലത്ത് നമുക്ക് കാണാം, അവർ പരദൂഷണം പറഞ്ഞു നടക്കുന്നവരാണ്. 2 അയൽവാസികൾ തമ്മിൽ മറ്റൊരു അയൽവാസിയെ പരദൂഷണം പറയുകയും കുറ്റം പറയുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം നമ്മൾ പിന്തിരിയണം. എന്നിട്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറണം. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളെല്ലാം നാം ഓർക്കുക. നമുക്ക് അവരോട് നല്ല രീതിയിൽ പെരുമാറാം. ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. വഅഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.